Hi viewers, today we are discussing the subject Labor Law and Industry Relations of S5 BBA under Kerala University and myself, Mary Netto, Assistant Professor, Department of Management Studies, Don Bosco College, Kottayam. Today we are discussing the topic collective bargaining. Last session we already discussed about collective bargaining, its meaning, definition and the different types of collective bargaining and the objectives of collective bargaining. So today we are discussing the importance of collective bargaining and the conditions for a successful collective bargaining. So let's see in detail what are the importance of collective bargaining. So, the importance of bargaining may be divided into five. The first is it is a pragmatic and democratic method of regulating the terms and conditions of employment, and the parties directly concerned with employment, that is employers and workers who best know the problems, participate in collective bargaining. And we can say it is a voluntary process without any third party intervention. The first importance അല്ലേ, അപ്പോൾ അതിൽ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഡെമോക്രാറ്റിക് മെത്തേഡ് ഓഫ് റെഗുലേറ്റിംഗ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ ജോലി അല്ലെങ്കിൽ ആ ജോലിയിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഒരു ഡെമോക്രാറ്റിക് സ്റ്റൈൽ, അത് എംപ്ലോയീസിന് തന്നെ തീരുമാനിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എംപ്ലോയീസിന് തന്നെ എന്ത് ചെയ്യാം, അത് പറഞ്ഞ് സോൾവ് ചെയ്യാം. സോ ദ പാർട്ടീസ് ഡയറക്ട്ലി കൺസേൺ വിത്ത് ദ എംപ്ലോയ്മെൻറ്റ്, ദാറ്റ് ഈസ് എംപ്ലോയർ ആൻഡ് ദ വർക്ക്. അപ്പം ഈ ഒരു ബാർഗെയിനിങ്ങിനകത്ത് വരുന്ന രണ്ട് പാർട്ടീസ് ആരൊക്കെയാണ്? എംപ്ലോയറും എംപ്ലോയി. സോ ഇവർക്ക് രണ്ട് കൂട്ടർക്കും ദേ മസ്റ്റ് നോ ദ പ്രോബ്ലംസ്, പാർട്ടിസിപ്പേറ്റ് ഇൻ കളക്റ്റീവ് ബാർഗൻ. അപ്പോൾ ഒരു കളക്റ്റീവ് ബാർഗനിങ് സെക്ഷൻ, ഒരു നെഗോസിയേഷൻ ഡിസ്കഷൻ വിളിച്ചാൽ എംപ്ലോയറും വർക്കറും ഒരുപോലെ ആ പ്രോബ്ലം അറിഞ്ഞിരിക്കണം. സോ ഇറ്റ് ഈസ് എ വോളണ്ടറി പ്രോസസ്സ് ഇല്ലേ, അവർക്ക് സ്വമേധയാ വന്ന് ചേരാം അല്ലെങ്കിൽ വന്ന് അത് സോൾവ് ചെയ്യാം. ആൻഡ് വിത്തൗട്ട് എനി തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ, മൂന്നാമതൊരാൾ അതിനകത്ത് ഇടപെടേണ്ട, പകരം എംപ്ലോയറും എംപ്ലോയും കൂടെ ചേർന്ന് തന്നെ നമുക്കത് സോൾവ് ചെയ്യാം. And the second is it results in a better understanding between employer and the employee. അപ്പം ഇങ്ങനൊരു ഓപ്പൺ ഫോറം അവർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ there is a അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ അല്ലേ, എംപ്ലോയറും എംപ്ലോയി തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുണ്ട്. സോ ദ എംപ്ലോയർ ഗെയിൻ എ ബെറ്റർ ഇൻസൈറ്റ് ഇൻ ടു ദി പ്രോബ്ലം ആൻഡ് ആസ്പിറേഷൻ ഓഫ് വർക്കേഴ്സ്. അപ്പോൾ ഇങ്ങനെ തുറന്ന് പറയുമ്പോൾ അവരുടെ എംപ്ലോയറിൻ്റെ സൈഡിൽ നിന്ന് എന്താണ്, അവർക്ക് എംപ്ലോയിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനും അതുപോലെ ഒരു എംപ്ലോയി എന്താണ് ആഗ്രഹിക്കുന്നതെന്നും എംപ്ലോയർക്ക് മനസ്സിലാക്കാം. സിമിലർലി വർക്കേഴ്സ് ബിക്കം ബെറ്റർ അവെയർ ഓഫ് ദി എക്കണോമിക് ആൻഡ് ടെക്നിക്കൽ പ്രോബ്ലംസ് ഓഫ് ദി ഇൻഡസ്ട്രി. ഈ എംപ്ലോയർ മനസ്സിലാക്കുന്നത് പോലെ തന്നെ എംപ്ലോയർ എന്ത് ചെയ്യണം, തൻ്റെ ഇൻഡസ്ട്രിയെക്കുറിച്ചും എംപ്ലോയിയോട് പറയണം. തൻ്റെ ഇൻഡസ്ട്രിയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ പ്രോബ്ലംസ് വല്ലതും ഉണ്ടോ. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർക്ക് എന്താണ്, ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല, രണ്ട് കൂട്ടർക്കും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. And the third is it provides a flexible means of adjusting wages and conditions of employment to changes in economic, social, technological and the political environment. ഈ ഒരു സിസ്റ്റം ഇല്ലേ, രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റിയാൽ അതൊരു ഫ്ലെക്സിബിൾ മീൻസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, വേജസിൻ്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് ഒരു എംപ്ലോയി പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഞങ്ങൾക്ക് അടുത്ത ഒരു 6 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ ശമ്പള പരിഷ്കരണം ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ഡിസ്കഷനിൽ എംപ്ലോയർ പറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ഇൻഡസ്ട്രിയുടെ സാമ്പത്തിക അവസ്ഥ ഇങ്ങനെയാണ്. അപ്പം അവരെന്ത് ചെയ്യും, അത് മനസ്സിലാക്കി മാത്രമേ എംപ്ലോയറോട് സംസാരിക്കൂ. അപ്പോൾ ആ വേജസിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, എക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് ചേഞ്ചസ്, ഇതെല്ലാം അവർക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റുകയും അതനുസരിച്ച് മാത്രമേ എംപ്ലോയറും എംപ്ലോയിയും പെരുമാറൂ. സോ ബോത്ത് ദ പാർട്ടീസ് ക്യാൻ മീറ്റ് whenever necessary and can adopt the terms and conditions of the agreement to the changing environment. അപ്പം ഇന്ന സമയത്ത് മാത്രമേ അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റൂ എന്നല്ല, അല്ലേ, അവർക്ക് നെസസറി എന്ന് തോന്നുന്ന ഏത് സമയത്തും ഈ രണ്ട് പാർട്ടീസിനും ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ചേഞ്ച് ചെയ്ത് വരുന്ന എൻവയോൺമെൻറ്റിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് ഡിസ്കഷനകത്ത് ഉണ്ട്. And the fourth one, it helps in establishing a code that
defines the rights and obligation of each party. ഇനി അതുപോലെ തന്നെ എന്താണ് ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിനകത്ത് അല്ലേ അവർക്ക് തന്നെ അറിയാം അവരുടെ റൈറ്റ്സ്, അവകാശങ്ങൾ, കമ്മിറ്റ്മെൻറ്റ്സ് അല്ലേ രണ്ട് പാർട്ടിയും എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് രണ്ട് കൂട്ടർക്കും അറിയാം. സോ ദ ബേസിക് സ്റ്റാൻഡേർഡ്സ് are fixed and management cannot take arbitrary action to exploit workers. And so ഇല്ല അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണ് ഒരു എംപ്ലോയറെ സംബന്ധിച്ചോളം എന്താണ് അവരൊരു ബേസിക് സ്റ്റാൻഡേർഡൊക്കെ ഫിക്സ് ചെയ്ത് മാനേജ്മെൻറ്റിന് ഒരിക്കലും എന്താണ് അവരിൽ എഗെയിൻസ്റ്റ് ആയിട്ടൊരു ആർബിട്രറി ആക്ഷൻ അല്ലെങ്കിൽ വർക്കേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ അതിനകത്തില്ല. പകരം എന്താണ് രണ്ടു കൂട്ടരും ഒരുപോലെ ഇരുന്ന് സംസാരിച്ച് എങ്ങനെയാണ് നമ്മുടെ ജോലിയുടെ വ്യവസ്ഥകൾ, എത്ര രൂപ നിങ്ങൾക്ക് ശമ്പളം തരും, അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ് എങ്ങനെയാണ്, എല്ലാം പരസ്പരം ഒരു ധാരണയിൽ എത്തുന്നൊരു സിറ്റുവേഷനാണ്. സോ ആൻഡ് ദ ലാസ്റ്റ് ഇസ് collective bargaining facilitates better implementation of decision due to direct involvement of both the parties, and parties know that decisions are their own and nobody has imposed them. അതിൽ പറയുന്നത് എന്താണ് ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിൻ്റെ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഒരു ഇംപ്ലിമെൻറ്റേഷൻ, തീരുമാനങ്ങൾ രണ്ട് കൂട്ടരുടെയും തീരുമാനങ്ങൾ അവരവരുടെ ഇഷ്ടത്തിനായിരിക്കണം. അതായത് മൂന്നാമതൊരാൾ ഇമ്പോസ് ചെയ്യുന്ന തീരുമാനങ്ങൾ ആയിരിക്കരുത് അവരെടുക്കുന്നത്. പാർട്ടീസ് know the decisions are their own and nobody has imposed. അപ്പം രണ്ട് പാർട്ടീസ് എംപ്ലോയറും എംപ്ലോയി എടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ സ്വന്തം ഇഷ്ടത്തോടു കൂടി അവർ ചർച്ച ചെയ്ത് എടുക്കണം. അല്ലാതെ ഒരു ന്യൂട്രൽ തേർഡ് പാർട്ടിയുടെ അഭിപ്രായം ഒന്നും അവിടെ കേൾക്കേണ്ട കാര്യമില്ല. അപ്പം ഇമ്പോർട്ടൻസ് അല്ലേ കളക്റ്റീവ് ബാർഗൈനിങ് ഇമ്പോർട്ടൻസ് മേ ബി ഡിവൈഡഡ് ഇൻറ്റു 5. അപ്പം എന്താണ് നമ്മൾ അതിനകത്ത് പറഞ്ഞു അല്ലേ, ഫസ്റ്റിൽ പറഞ്ഞ എന്താണ് ഇറ്റ് ഇസ് എ വോളണ്ടറി പ്രോസസ് വിത്തൗട്ട് എ തേർഡ് പാർട്ടി ഇൻ്റർവെൻഷൻ. ആൻഡ് സെക്കൻഡിൽ പറഞ്ഞു ഇറ്റ് ഈസ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ employer and employee. And the third is it provides a flexible means of adjusting wages and the conditions of employment to the changing condition. And the fourth one, it establishes a code that defines rights and obligations of each party. And the last one, parties know the decision of their own and nobody has imposed it. I think you are clear with the importance of collective bargaining. Next is, what are the conditions for a successful collective bargaining? അപ്പോൾ അതിൽ പറയുന്ന പോയിന്റ്സ് ഫസ്റ്റ് ഇസ് ഫേവറബിൾ പൊളിറ്റിക്കൽ ക്ലൈമറ്റ്, ഫ്രീഡം ഓഫ് അസോസിയേഷൻ, recognition of unions, willingness to give and take policy, fair labor practices, problem solving attitude, continuous dialogue, and the last is availability of data. So let's see in detail what are these conditions. The first is favorable political climate. So the government and the public opinion must be convinced that collective bargaining is a best method of regulating employment condition, and the government should remove all legislative restrictions which hamper collective bargaining. It can also confer a right to bargain collectively and lay down the form and content of collective agreement, register these agreements and assist in their enforcement. അപ്പോൾ ഒരു ഫേവറബിൾ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇൻഡസ്ട്രിക്കകത്ത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, അതായത് ട്രേഡ് യൂണിയൻസ് ഒക്കെ നമുക്ക് ഫേവറബിൾ ആകുക. അപ്പോൾ ഗവൺമെൻറ് ആൻഡ് ദ പബ്ലിക് ഒപ്പീനിയൻ അല്ലേ, ഒരു കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുമ്പം ഗവൺമെൻറ്റിൻ്റെയും ഒരു പബ്ലിക് ഒപ്പീനിയനും പറയുന്നത് എന്താണ്, ഒരു എംപ്ലോയ്മെൻറ്റ് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഇൻഡസ്ട്രിക്കകത്ത് ഒരു ഫേവറബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് ഗവൺമെൻറ് ഷുഡ് റിമൂവ് ഓൾ ലെജിസ്ലേറ്റീവ് റെസ്ട്രിക്ഷൻ വിച്ച് ഹാമ്പർ കളക്റ്റീവ് ബാർഗൈനിങ്. അപ്പം ഇൻഡസ്ട്രിയൽ കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കാൻ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു, അതിന് എഗെയിൻസ്റ്റ് നിൽക്കുന്ന എല്ലാ ലെജിസ്ലേഷനെയും അവർ റിമൂവ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ കൺഫർ എ റൈറ്റ് ടു ബാർഗെയിൻ കളക്റ്റീവ്ലി. അതുപോലെ തന്നെ എന്താണ്, എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർക്ക് കൂട്ടത്തോടെ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ, ഒരു നെഗോസിയേഷനിലൂടെ അവർക്കത് തീരുമാനിക്കാം. ആൻഡ് ലേ ഡൗൺ ദ ഫോം ആൻഡ് കണ്ടൻറ്റ് ഓഫ് കളക്റ്റീവ് എഗ്രിമെൻറ്റ്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാം, ആ ഡിസ്കഷൻ്റെ അവസാനം അവർക്കൊരു എഗ്രിമെൻറ്റിലെത്താം. അതിൽ എന്താണോ ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്തു, സെറ്റിൽമെൻറ്റ് എങ്ങനെയായിരുന്നു, ആ എഗ്രിമെൻറ്റ്സിൽ നമുക്ക് എത്താം. ആൻഡ് രജിസ്റ്റർ ദീസ് എഗ്രിമെൻറ്റ്സ് ആൻഡ് അസിസ്റ്റ് ടു ദെയർ എൻഫോഴ്സ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ആ എഗ്രിമെൻറ്റിൽ എന്താണോ പറയുന്നത് അതായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം, മുന്നോട്ട് പാലിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റിൽ പറഞ്ഞാൽ എന്താണ്, ഒരു ഫേവറബിൾ പൊളിറ്റിക്കൽ ക്ലൈമറ്റ്. അപ്പോൾ ഇൻഡസ്ട്രിക്കകത്ത് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും
അല്ലെ എംപ്ലോയറും എംപ്ലോയിയും കൂടി ഒരു ഡിസ്കഷനിലൂടെ അല്ലെങ്കിൽ നെഗോസിയേഷനിലൂടെ നമ്മളത് സോൾവ് ചെയ്തിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സപ്പോർട്ടുകളും അവർ തരുന്നു. ആൻഡ് സോ അതിൻ്റെ എൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു എഗ്രിമെൻറ്റിലൂടെ വേണം നമ്മളത് എൻഫോഴ്സ് ചെയ്യാൻ. സോ ദ ഫസ്റ്റ് ഈസ് പൊളിറ്റിക്കൽ climate, favorable political climate. So the next is freedom of association. Here collective bargaining is not possible if employees are not free to form trade unions as they please. So a strong and representative trade union is required to bargain with the employer on equal basis. So in some countries, government has made illegal any attempt by employer to interface with the right of workers to form their unions. So trade union must be stable and strong enough to honor the collective bargaining agreement. And the union should have enough members to justify entering into collective bargaining. And so inter-union rivalry often creates instability in unions. സോ ഫ്രീഡം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എംപ്ലോയീസിന് സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻസിന് ഇൻഡസ്ട്രിക്കകത്ത് സ്വതന്ത്രമായിട്ട് എന്താണ് എംപ്ലോയീസിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ടൊരു സ്വാതന്ത്ര്യം അതിനകത്ത് ഉണ്ടായിരിക്കണം. സോ എ സ്ട്രോങ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ട്രേഡ് യൂണിയൻ ഇസ് റിക്വയർഡ് ടു ബാർഗെയിൻ ഇൻ ദ എംപ്ലോയി. അതുകൊണ്ട് തന്നെ എല്ലാ ഇൻഡസ്ട്രിയിലും എന്തുകൊണ്ടാണ് ഒരു സ്ട്രോങ് ട്രേഡ് യൂണിയൻ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എംപ്ലോയീസിന് വേണ്ടി ഒരു ഈക്വൽ ബേസിസിൽ എംപ്ലോയറോട് ഇപ്പോൾ അവരുടെ വേജസ്, ബോണസ്, ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻ ഇതിന് വേണ്ടിയൊക്കെ ബാർഗെയിൻ ചെയ്യാൻ പറ്റൂ. സോ ട്രേഡ് യൂണിയൻ മസ്റ്റ് ബി സ്റ്റേബിൾ ആൻഡ് സ്ട്രോങ് ഇനഫ് ടു ഹോണർ. അങ്ങനെയാണെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ എങ്ങനെയായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം, നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ. ഇപ്പോൾ ഇന്ന് ഒരു എന്താണ് രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് പിന്നെ ആ ട്രേഡ് യൂണിയൻ പ്രവർത്തിക്കാതെ വരിക, പിന്നെ കുറച്ച് നാൾ പ്രവർത്തിക്കുക. അപ്പോൾ അങ്ങനെ സ്റ്റെബിലിറ്റി ഇല്ലാത്ത ട്രേഡ് യൂണിയൻ ആണെങ്കിൽ പറ്റത്തില്ല. പകരം എന്ത് ചെയ്യണം, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ട്രേഡ് യൂണിയൻ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, കളക്റ്റീവ് ബാർഗൈനിങ് എഗ്രിമെൻറ്റിലേക്ക് പോവുക. ആൻഡ് സോ യൂണിയൻ ഷുഡ് ഹാവ് ഇനഫ് മെമ്പേഴ്സ് ടു ജസ്റ്റിഫൈ. അങ്ങനെയാണെങ്കിൽ ഈ യൂണിയനകത്ത് എത്ര പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരു മിനിമം 7 പേരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രേഡ് യൂണിയൻ തുടങ്ങാം. അപ്പോൾ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് ഡിസ്കഷൻ അല്ലെങ്കിൽ നെഗോസിയേഷനിലേക്ക് പോകണമെങ്കിൽ ഒരു അത്യാവശ്യം കുറച്ച് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു 1/4 ആൾക്കാരെങ്കിലും ആ ട്രേഡ് യൂണിയനകത്ത് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പകുതി ആൾക്കാരെങ്കിലും ഉണ്ടായിരിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ ആയിരിക്കണം. അത് സ്ട്രോങ് ആയിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ കളക്റ്റീവ് ബാർഗൈനിങ്ങിന് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റൂ. ആൻഡ് സോ ഒരു ഇൻ്റർ യൂണിയൻ റൈവൽറി ഓഫൺ ക്രിയേറ്റ്സ് ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡസ്ട്രിക്കകത്ത് ഒന്നിൽ കൂടുതൽ ട്രേഡ് യൂണിയൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കറിയാം ACUT, INTUC അല്ലെങ്കിൽ BMS, HMS അങ്ങനെ പല സംഘടനകളുണ്ട്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ ഒന്നിൽ കൂടുതൽ ട്രേഡ് യൂണിയൻസ് ഉണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു റൈവൽറി കോമ്പറ്റീഷൻ എന്താണ് ആ യൂണിയൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. അപ്പോൾ എംപ്ലോയീസിന് തന്നെ കൺഫ്യൂഷൻ, ഏത് യൂണിയൻ്റെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ ഒരു യൂണിയൻ ബാർഗെയിൻ ചെയ്യുമ്പം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അടുത്ത യൂണിയൻ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കലി അവരുടെ ഈ പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി ഇല്ലാതാകുന്നു. അതിനെയാണ് നമ്മൾ ഫ്രീഡം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് റെക്കഗ്നിഷൻ ഓഫ് യൂണിയൻ. ഇനി യൂണിയൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, എംപ്ലോയേഴ്സ് അംഗീകരിക്കണം. Employers should be required by law to give recognition to representative trade union. So it is the interest of an employer to recognize a strong union to avoid strike and to safeguard against undercutting labor standards. അപ്പോൾ ഒരു റെക്കഗ്നിഷൻ, ഒരു അംഗീകാരം, ഒരു എംപ്ലോയർ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ട്രേഡ് യൂണിയൻ വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് എംപ്ലോയറിൻ്റെ ഒരു റെക്കഗ്നിഷൻ അതിനകത്ത് ഉണ്ടാവണം. അപ്പോൾ എംപ്ലോയർ അംഗീകരിച്ചാൽ മാത്രമേ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു യൂണിയനെ ഇൻഡസ്ട്രിക്കകത്ത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റൂ. അപ്പോൾ അങ്ങനൊരു നല്ലൊരു യൂണിയൻ ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ എംപ്ലോയർ റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ അത് ഒരു പരിധിവരെ എന്താണ്, സ്ട്രൈക്ക് അവോയ്ഡ് ചെയ്യാം. അതുപോലെ ലേബർ സ്റ്റാൻഡേർഡ്സൊക്കെ വെട്ടിക്കുറയ്ക്കുമ്പോൾ ഈ ട്രേഡ് യൂണിയൻ ഉണ്ട് അല്ലെങ്കിൽ അവർ ചോദിക്കാൻ വരും എന്നുള്ളൊരു മുൻകരുതൽ എംപ്ലോയേഴ്സിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു നല്ലൊരു ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ 2 3 ഒക്കെ ട്രേഡ് യൂണിയൻസ് വരാതെ ഒരു ട്രേഡ് യൂണിയനെ തന്നെ മാക്സിമം ഉൾക്കൊള്ളിക്കുക, അതിനെ എന്താണ് നല്ലൊരു അംഗീകാരം റെക്കഗ്നൈസ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻഡസ്ട്രിക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനങ്ങളാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്, ഫേവറബിൾ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് പറഞ്ഞു, രണ്ടാമത് ഫ്രീഡം ഓഫ് അസോസിയേഷൻ, പിന്നെ പറഞ്ഞു റെക്കഗ്നിഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് is willingness to give and take. Both the employer
and union leader should bargain in a spirit of compromise. So if either party adopt an adamant attitude, bargaining will not be possible. So willingness to give and take does not mean that concession made by one side must be marked by equal concession by the other side. So one party may win concession over the other depending upon their relative strength. So, but exaggerated demand must be toned down to reach an agreement. So here willingness to give and take. Here we can say that willingness to give and take does not mean that concession made by one side must be marked by equal concession by the other side. അപ്പോൾ ഈ വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഗിവ് ആൻഡ് ടേക്ക് പോളിസി. അപ്പം അങ്ങോട്ട് നമ്മൾ അല്ലേ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം എന്താണ്, ഒരു എംപ്ലോയറും അല്ലെങ്കിൽ യൂണിയൻ ലീഡേഴ്സ് ഇവർ രണ്ടുപേരും എന്ത് ചെയ്യണം, ബാർഗെയിൻ ചെയ്യുന്ന സമയത്ത് ഒരു സ്പിരിറ്റ് ഓഫ് കോംപ്രമൈസ് അല്ലേ, ഒരു വിട്ടുകൊടുക്കുന്ന ഒരു മനോഭാവം ഉണ്ടാവണം. ഇപ്പോൾ എംപ്ലോയറാണ് ഒരു കണ്ടീഷൻ വെക്കുന്നതെങ്കിൽ എംപ്ലോയീസിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ്സിന് എന്ത് ചെയ്യാം, വിട്ടുവീഴ്ചകൾ ചെയ്യാം. ഇനി അതുപോലെ തന്നെ എംപ്ലോയീസ് ട്രേഡ് യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ്സ് എന്തെങ്കിലും പറയുമ്പോൾ എംപ്ലോയേഴ്സിനും എന്ത് ചെയ്യാം, ആ കോംപ്രമൈസിങ് കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കാം. സോ ഇഫ് എയ്തർ പാർട്ടി അഡോപ്റ്റ്സ് ആൻ അഡമൻ ആറ്റിറ്റ്യൂഡ്, ബാർഗെയിനിങ് വിൽ നോട്ട് ബി പോസിബിൾ. ഈ രണ്ട് കൂട്ടരും ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. എംപ്ലോയർ പറയുകയാണ് ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങൾ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. അപ്പോൾ എംപ്ലോയി പറയുക പറ്റത്തില്ല, ഞങ്ങൾ പറയുന്നതാണ് ശരി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും അവിടെ ആ ബാർഗെയിനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് സക്സസ് ആവത്തില്ല. സോ വില്ലിങ്നെസ് ടു ഗിവ് ആൻഡ് ടേക്ക് ഡസ് നോട്ട് മീൻ ദാറ്റ്. ഇനി ഈ വില്ലിങ്നെസ് ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുമ്പോൾ ഒരാൾ വിട്ടുകൊടുക്കുമ്പോൾ മറ്റൊരാൾക്ക് അതൊരു കൺസെഷനാണ്, അല്ലെങ്കിൽ അയാളെ കണ്ടിട്ടാണ് ഞാൻ വിട്ടുകൊടുക്കുന്നത്, അങ്ങനെയല്ല. എന്ത് ചെയ്യണം, രണ്ടുപേർക്കും ഒരുപോലെ ഉപയോഗപ്രദമുള്ള രീതിയിലായിരിക്കണം നമ്മൾ ആ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാജുറേറ്റഡ് ഡിമാൻഡ്, ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഞങ്ങൾക്ക് അല്ലേ ഒരു 6 months കഴിയുമ്പോൾ ഞങ്ങളുടെ സാലറി ഇൻക്രീസ് വേണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം 10,000 രൂപ 5,000 രൂപ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റത്തില്ല. തന്നുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഇത്ര ശതമാനം ഒരു ഇൻക്രീസ്. അപ്പം ഒരു എക്സ്ട്രാജുറേറ്റഡ് ഡിമാൻഡ്സ് ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഈ കളക്റ്റീവ് ബാർഗെയിനിങ് സക്സസ് ആവത്തില്ല. അപ്പം ഒരു വില്ലിങ്നെസ് ടു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഒരു കോംപ്രമൈസിനുള്ളൊരു കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു സ്പിരിറ്റ് ഓഫ് കോംപ്രമൈസ് നമ്മൾ നിലനിർത്തിയിരിക്കണം. I think you are clear with the point willingness to give and take. So the next is fair labor practices. Both the employer and the trade union should avoid unfair labor practices. So collective bargaining is possible only in an atmosphere of mutual recognition and respect. So management must recognize and accept the workers' right to organize and fight for justice. Similarly, workers and their union must recognize and accept the employer's right to manage. So in the absence of such recognition, collective bargaining is a mere trial of strength. അപ്പോൾ ഇതിൽ ഒരു ഫെയർ ലേബർ പ്രാക്ടീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എംപ്ലോയറും ട്രേഡ് യൂണിയനും എന്ത് ചെയ്യണം, അൺഫെയർ ലേബർ പ്രാക്ടീസസ് അവോയ്ഡ് ചെയ്യണം. അതായത് ലേബേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പോളിസികൾ തയ്യാറാക്കുമ്പോൾ നല്ല രീതിയിൽ അവർക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളത് തയ്യാറാക്കേണ്ടത്. ആൻഡ് സോ ബാർഗെയിനിങ് ഈസ് പോസിബിൾ ഓൺലി ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് മ്യൂച്വൽ റെക്കഗ്നിഷൻ ആൻഡ് റെസ്പെക്ട്. ഒരു കളക്റ്റീവ് ബാർഗെയിനിങ് സക്സസ് ആവണമെങ്കിൽ രണ്ട് കൂട്ടരും എന്ത് ചെയ്യണം, അംഗീകരിക്കണം, മ്യൂച്വൽ റെക്കഗ്നിഷൻ ഉണ്ടാവണം. എംപ്ലോയർ എംപ്ലോയിയെയും എംപ്ലോയി എംപ്ലോയറെ അംഗീകരിക്കുക, ബഹുമാനിക്കുക. ആ ഒരു പർപ്പസ് മനസ്സിലാക്കി വേണം നമ്മൾ ആ പ്രോസസ്സിലേക്ക് കടക്കാൻ. and should recognize and accept the workers' right to organize and fight for justice. അപ്പോൾ അവിടെ എംപ്ലോയർ ചിന്തിക്കേണ്ട എന്താണ്, വർക്കേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് അവർ ജസ്റ്റിസിന് വേണ്ടി ഫൈറ്റ് ചെയ്യാനുള്ളത് അവരുടെ അവകാശമാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ അവരെന്തെങ്കിലും ഒരു ആവശ്യം, ഞങ്ങൾക്ക് ശമ്പളം കൂട്ടിത്തരണം, ബോണസ് തരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ചോദിച്ചു, ഞങ്ങൾ തന്നിട്ടും ചോദിച്ചു, അങ്ങനെ ചിന്തിക്കരുത്. പകരം എന്താണ്, വർക്കേഴ്സിൻ്റെ അവകാശമാണ്, അവരാണ് ശരിക്കും പ്രൊഡക്ടിവിറ്റി തരുന്നതും അല്ലേ, അല്ലെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റ്സ് നമുക്ക് തന്ന് കൺസ്യൂമേഴ്സിലൂടെ അത് ലാഭം ഉണ്ടാക്കി തരുന്നതിൻ്റെ മേജർ ഭാഗം ആർക്കാണ്, എംപ്ലോയീസിനാണ്. അപ്പോൾ അങ്ങനെയുള്ള എംപ്ലോയീസിന് നമ്മൾ എന്താണ് അവർ ചോദിക്കുന്നത് ഒരു പരിധി വരെ കൊടുക്കാൻ തയ്യാറായിരിക്കണം. സോ വർക്കേഴ്സ് ആൻഡ് ദ യൂണിയൻ മസ്റ്റ് റെക്കഗ്നൈസ് ആൻഡ് അക്സെപ്റ്റ് ദ എംപ്ലോയേഴ്സ് റൈറ്റ് ടു മാനേജ്. അങ്ങനെയാണെങ്കിൽ തിരിച്ചും എംപ്ലോയീസിനെ എംപ്ലോയർ അംഗീകരിക്കുന്ന പോലെ തന്നെ എംപ്ലോയി ചിന്തിക്കണം, എൻ്റെ എംപ്ലോയറിന് എന്നെ അല്ലേ മാനേജ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ട് എന്ന് തിരിച്ച് എംപ്ലോയീസും ചിന്തിക്കുക. സോ ഇൻ ആബ്സെൻസ് ഓഫ് സച്ച് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റെക്കഗ്നിഷൻ അംഗീകാരം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ
ഓട്ടോമാറ്റിക്കലി കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്ന പലതവണയും നമ്മൾ ചർച്ചയ്ക്കോ നെഗോസിയേഷനോ ഡിസ്കഷനോ വരും. പക്ഷേ എംപ്ലോയി അംഗീകരിക്കുന്നില്ല, എംപ്ലോയർ അംഗീകരിക്കുന്നില്ല എങ്കിൽ ഈ ഒരു പ്രോസസ്സ് കൊണ്ട് ശരിക്കും ഒരു ഗുണവും ഇല്ലാതെയാകും. നെക്സ്റ്റ് ഇസ് പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്താണ്, എപ്പോഴും ഒരു കളക്റ്റീവ് ബാർഗൈനിങ് സെക്ഷൻ നമ്മൾ കൊണ്ടുവരുമ്പം എന്തെങ്കിലും ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യുന്നത്. അപ്പം അത് സോൾവ് ചെയ്യാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് കൂടി ആയിരിക്കണം നമ്മൾ ആ സെഷനിലേക്ക് വരേണ്ടത്. ദ നെഗോഷിയേറ്റിംഗ് ടീം ഓൺ ബോത്ത് സൈഡ് മസ്റ്റ് അഡോപ്റ്റ് എ പ്രോബ്ലം സോൾവിങ് റാദർ ദാൻ ഫൈറ്റിംഗ് അപ്രോച്ച്. അപ്പോൾ എങ്ങനെയാണ്, പരസ്പരം ഫൈറ്റ് ചെയ്യുക അല്ല, പകരം എന്താണ്, ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണമെന്ന് നമ്മൾ ചിന്തിക്കുക. സോ ദ ടീം ഷുഡ് കൺസിസ്റ്റ് എ പേഴ്സൺ വിത്ത് ആൻ അനലറ്റിക്കൽ മൈൻഡ്. അപ്പോൾ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് സെക്ഷനിൽ വരുന്ന വ്യക്തികൾ എങ്ങനെയായിരിക്കണം, ഒരു അനലറ്റിക്കൽ മൈൻഡ് ഉള്ളവരായിരിക്കണം, ഒരു ഒബ്ജക്റ്റീവ് ഔട്ട്ലുക്ക്, അതുപോലെ കൂൾ ടെമ്പർ, അതായത് ചർച്ചയ്ക്ക് വരുമ്പോൾ അതിൻ്റെ പ്രോസും കോൺസും തിരിച്ചറിയാൻ പാകത്തിന് കപ്പാസിറ്റി ഉള്ളൊരു വ്യക്തിയായിരിക്കണം. പിന്നെ ഒരു ഒബ്ജക്റ്റീവ് ഔട്ട്ലുക്ക്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പ്രോസസ്സിന് വന്നിരിക്കുന്നത്, ഒബ്ജക്റ്റീവ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. പിന്നെ ഒരു കൂൾ ടെമ്പർ, അതായത് പെട്ടെന്ന് ദേഷ്യം വരാൻ പാടില്ല, ഒരു പേഷ്യൻസ് ഉണ്ട്. അതായത് എംപ്ലോയി ഒരുപോലെ സംസാരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ നമ്മളവിടെ ദേഷ്യപ്പെടാനോ അങ്ങനെയൊന്നും പാടരുത്. അപ്പം ആ കൂൾ ടെമ്പർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. So they have also an intimate knowledge of operation, working condition and other relevant factors. അതോടൊപ്പം ഈ ചർച്ചയ്ക്ക് വരുന്ന വ്യക്തികൾ ഇൻഡസ്ട്രി എന്താണെന്നും നമ്മൾ എന്തിനു വേണ്ടി ഇതിന് വന്നു ആ ഒരു അറിവ്, നല്ലൊരു നോളജോട് കൂടി ആയിരിക്കണം ചർച്ചയ്ക്ക് വരേണ്ടത്. പിന്നെ വർക്കിംഗ് കണ്ടീഷൻസ് and other relevant factors. So they must have a full authority to speak and take decision on behalf of their side. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഫുൾ അതോറിറ്റിയിൽ രണ്ട് സൈഡിലുള്ളവർക്കും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു അതോറിറ്റി അല്ലെങ്കിൽ എംപ്ലോയറും എംപ്ലോയിക്കും ഒരുപോലെ സംസാരിക്കാനുള്ളൊരു അവകാശം ഉണ്ടെന്ന് തീരുമാനിച്ച് വേണം നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡോട് കൂടി നമ്മൾ മുന്നോട്ട് വരേണ്ടത്. നെക്സ്റ്റ് ഇസ് കണ്ടിന്യൂസ് ഡയലോഗ്. എ ഡെഡ് എൻഡ് മസ്റ്റ് ബി അവോയ്ഡഡ് ആൻഡ് ടോക്ക് ഷുഡ് കണ്ടിന്യൂ. ഒരു കണ്ടിന്യൂസ് ഡയലോഗ്, അതായത് ഒരു പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഇരിക്കുന്നത്, നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പം അത് പെട്ടെന്ന് ഒരു പ്രാവശ്യം സംസാരിച്ച് നിർത്താതെ അത് തീരുന്നിടം വരെ അല്ലെങ്കിൽ പ്രോബ്ലം എന്താണെന്ന് പഠിച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യുക. At times it may be necessary to leave highly controversial issue for the time being and narrow down the field of disagreement on other matters. So as long as talk continue, agreement can be possible. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണ്, ഒരു കണ്ടിന്യൂസ് ഡയലോഗ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്, ഒരു പ്രോബ്ലംസിനെ പരമാവധി ഒഴിവാക്കാം. പിന്നെ ഒരു ഹൈലി കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് ചർച്ച ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ സമയം എടുത്ത് വേണം എപ്പോഴും സോൾവ് ചെയ്യാൻ. അപ്പോൾ ഒരു എഗ്രിമെൻറ്റിൽ എത്തുന്നിടം വരെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച്, അതായത് പെട്ടെന്നൊരു സൊല്യൂഷൻ കണ്ടെത്തുകയല്ല ചെയ്യട്ടെ, പകരം എന്താണ് ഇതിൻ്റെ പ്രോസും കോൺസും എല്ലാം തിരിച്ചറിഞ്ഞ് സാവകാശം നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്തിരിക്കണം. അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ഡയലോഗ് എന്ന്. ഇപ്പോൾ ഒരു സെഷൻ കൊണ്ട് നമുക്ക് തീരുന്നില്ല എങ്കിൽ ഒരു അടുത്ത സെഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, അത് കണ്ടിന്യൂ ചെയ്യാം. And the last is availability of data. The employer must ensure that all the required records are readily available and the facts and figures concerning rate of pay, fringe benefits, manpower forecast, technological changes provide a rational basis for the negotiation. So unless the trade union believe in the data and accept the same, collective bargaining process may be hampered. ഇപ്പോൾ അവൈലബിലിറ്റി ഓഫ് ഡേറ്റ, അപ്പം ഒരു സെഷന് വരുമ്പോഴത്തേക്ക് അവരെന്ത് ചെയ്യണം, വേണ്ടുന്ന ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എല്ലാം കൊണ്ടുവരണം. അതായത് ശമ്പളം കൊടുക്കുന്നതിൻ്റെ റെക്കോർഡ്, ഇല്ല കമ്പനി ഫ്രിഞ്ച് ബെനഫിറ്റ്സ്, അതായത് സാലറി കൂടാതെ എന്തെല്ലാം ഇൻസെൻറ്റീവ്സ് അലവൻസും കൊടുക്കുന്നു, അതിനെയാണ് നമ്മൾ ഫ്രിഞ്ച് ബെനഫിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു മാൻ പവർ ഫോർകാസ്റ്റിംഗ്, ടെക്നോളജിക്കൽ ചേഞ്ച്, അങ്ങനെ വേണ്ടുന്ന എല്ലാ ഡേറ്റാസും കളക്ട് ചെയ്തിട്ട് വേണം നമ്മളൊരു ഇങ്ങനെയുള്ളൊരു സെഷനിലേക്ക് കടന്നു വരാൻ. അപ്പോൾ ഒരു ട്രേഡ് യൂണിയന് ശരിക്കും ഒരു തൊഴിൽ ഈ ഡേറ്റ ശരിക്കും അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ചർച്ച ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബാർഗെയിനിങ് ഉണ്ടായാൽ ഈ ഡേറ്റ നമുക്ക് ശരിക്കും കാണിച്ചു കൊടുക്കുകയും അല്ലെങ്കിൽ അത് വെച്ച് നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. അപ്പം അവൈലബിലിറ്റി ഓഫ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്ത് എന്താണ് നമ്മൾ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് കൺസേണിങ് റേറ്റ് ഓഫ് പേ, ഫ്രിഞ്ച് ബെനഫിറ്റ്, മാൻ പവർ ഫോർകാസ്റ്റ്, ടെക്നോളജിക്കൽ ചേഞ്ചസ് പ്രൊവൈഡ് എ റാഷണൽ ബേസിസ് ഫോർ ദി നെഗോസിയേഷൻ. അപ്പം ഒരു ചർച്ചയ്ക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എല്ലാം കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യും, ആ കളക്റ്റീവ് ബാർഗെയിനിങ് അല്ലെങ്കിൽ ആ നെഗോസിയേഷൻ സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാം. ഐ തിങ്ക് യു ആർ ക്ലിയർ വിത്ത് ദി പോയിന്റ് ഫെയർ ലേബർ പ്രാക്ടീസ്, പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡ്, continuous dialogue and availability of data.
So this is the end of today's section. I hope you all understood today's topic, that is importance of collective bargaining and the conditions of a successful collective bargaining. So prepare well, study well. Take care. Thank you.